ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിന്റെ നിസ്തുലതയെ സംബന്ധിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വചനം പേജിലൂടെയുള്ള ഈ പഠന പരമ്പര അനേക ആളുകൾക്ക് വേദപുസ്തകത്തിന്റെ ക്രമബദ്ധമായ പഠനത്തിന് സഹായമായി തീരുന്നു എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വേദപുസ്തകത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പ്രത്യേകതകൾ, വിശേഷാൽ അതിന്റെ നിസ്തുലതയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ ജനസമൂഹങ്ങളെക്കുറിച്ച് എന്ത് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ വിവിധങ്ങളായ ജനസമൂഹങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ, പ്രഖ്യാപനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട്. അപ്പം അത് വിശദമായി നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡുകളായി പഠിക്കുന്നതാണ്. സംഭവിക്കുന്നതും സംഭവിക്കാനുള്ളതുമായ നിരവധി പ്രസ്താവനകളുടെ സ്ഥിരാകേന്ദ്രമാണ് വിശുദ്ധ ബൈബിൾ. ഉടനെ സംഭവിക്കാനുള്ളതും ആസന്ന ഭാവിയിൽ സംഭവിക്കുന്നതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ദൈവ ഇഷ്ടത്തിന്റെ സവിശേഷമായ പ്രകടന പത്രികയാണ് വിശുദ്ധ ബൈബിൾ. ഈ ബൈബിളിന്റെ ചരിത്രത്തിൽ എങ്ങനെ അത് ഇടപെടുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ബൈബിളിലെ പ്രവചനങ്ങൾ. അപ്പോൾ ജനസമൂഹങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിൽ ധാരാളം പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട്. വ്യക്തികൾ, സമൂഹങ്ങൾ, രാജ്യങ്ങൾ, സാമ്രാജ്യങ്ങൾ, മഹാനാഗരികതകൾ, പ്രപഞ്ച ശക്തികൾ എന്നിത്യാദികളെ സംബന്ധിച്ച് സമഗ്രമായ നിലയിൽ വിശുദ്ധ ബൈബിൾ പ്രതിപാദിക്കുന്നു. അതിൽ ജനസമൂഹങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിന്റെ എഴുത്തുകാരും സംരക്ഷകരുമെല്ലാം ഇസ്രായേൽ ജനത ആയിരുന്നു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെട്ടു വന്നത്. അങ്ങനെയായിരുന്നാലും അവർക്ക് ചരിത്രത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അനേക നാശനഷ്ടങ്ങളെക്കുറിച്ചും പ്രവാസങ്ങളെക്കുറിച്ചും അവർക്കുണ്ടാകാൻ പോകുന്ന അഭിവൃദ്ധിയെ സംബന്ധിച്ചും ദൈവം അവരെ യഥാസ്ഥാപനത്തിന്റെ ചരിത്ര രേഖകളെ സംബന്ധിച്ചും വിശുദ്ധ ബൈബിൾ അതിശക്തമായ നിലയിൽ പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ ഈ വേദപുസ്തകത്തിലെ മുൻകാലങ്ങളിലും ഇപ്പോഴും ഇനിയും ഭാവിയിലും നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനിയും നടക്കുവാനുള്ളതുമായിട്ടുള്ള നിരവധി പ്രവചനങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആവർത്തന പുസ്തകം അതിന്റെ 28-ാം അധ്യായത്തിന്റെ 64 മുതൽ 67 വരെയുള്ള വാക്യങ്ങൾ, 29-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, ഹോശേയ പ്രവാചകന്റെ പുസ്തകം 3:4, മത്തായി 24 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 21:24 ഈ വാക്യശകലങ്ങളെല്ലാം ഇസ്രായേലിന് വിദൂര ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളാണ്. ഈ നാശനഷ്ടങ്ങൾ വളരെ വ്യക്തമായി പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞു. നിങ്ങൾ ശബത്ത് നാളിൽ ഈ ദേവാലയത്തിന്റെ യെരൂശലേം പട്ടണത്തിന്റെ വാതിൽ വഴിയായി തലയിൽ ചുമടുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ അകത്ത് വരികയോ പുറത്തു പോവുകയോ ശാബത്ത് ലംഘിക്കുകയോ ഒക്കെ ചെയ്താൽ ഞാൻ നിങ്ങളെ അന്യജാതിക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ചിതറിച്ചു കളയും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ തന്നെ അവരെ ദൈവം ചിതറിച്ചതായി നമ്മൾ വായിക്കുന്നു. വളരെ കൃത്യമായ ഒരു പ്രവചനമാണ് ബാബേൽ പ്രവാസത്തെക്കുറിച്ചുള്ള പ്രവചനം. 70 ശബത്തുകളാണ്, അതായത് 7 സമർസങ്ങൾ കൂടിയ 70 ശബത്തുകളാണ് വാഗ്ദത്ത ദേശത്ത് വന്ന് പാർത്ത ഇസ്രയേൽ ജനത ഈ വാഗ്ദത്ത ദേശമായ കനാൻ ദേശം വെച്ച് ദൈവം ഭാഗം ലംഘിച്ചത്. അങ്ങനെ ലംഘിച്ച ആ ജനത്തെ 70 ശബത്തുകളുടെ ലംഘനം കൃത്യമായി കണക്കുകൂട്ടി 70 സംവത്സരത്തേക്ക് ദൈവം ബാബേലിൽ പ്രവാസികളായി അയച്ചു. ആ പ്രവാസത്തെ സംബന്ധിച്ച് ആവർത്തനം 30:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, ഹോശേയ 3:4, 5, അതുപോലെ യെശയ്യാ 11:10, 11, യിരെമ്യാവ് 16:14, 15, യെഹെസ്കേൽ 37, 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, ഈ വാക്യങ്ങളെല്ലാം പ്രസ്താവിച്ചിട്ടുണ്ട്.
അവർക്ക് സംഭവിക്കാൻ പോകുന്ന നാശനഷ്ടങ്ങൾ, അന്യജാതികളിലേക്ക് അവർ ചിതറിപ്പോകുന്നത്, അതുപോലെ അവരെ ദൈവം യഥാസ്ഥാനത്താക്കി മടക്കി കൊണ്ടുവരുന്നത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രവചന രേഖകളിൽ പറയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ജനസമൂഹങ്ങളെ സംബന്ധിച്ച് ബാബേൽ ജനസമൂഹം, മിസ്രൈമി ജനസമൂഹം, അതുപോലെ ഫെലിസ്തീയ ജനസമൂഹം, ഇസ്രായേൽ ജനസമൂഹം, ഇവരോടുള്ള ബന്ധത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശുദ്ധ ബൈബിളിന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഹൂദേതര ജനതയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അടങ്ങിയതാണ് ലൂക്കോസ് 21:25, 26 ഈ വാക്യങ്ങൾ. ഞാനിത് ഇന്നലെ സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ബൈബിൾ കേവലം യഹൂദ ജാതിയെ സംബന്ധിച്ച് മാത്രം പ്രസ്താവിക്കുന്ന, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് മാത്രം പ്രസ്താവിക്കുന്ന ഒരു ഗ്രന്ഥമല്ല. ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും, ഇസ്രായേലോട് ബന്ധപ്പെട്ട ജനതകളെയും വളരെ കൃത്യമായി പ്രാവചനിക അടിസ്ഥാനത്തിൽ മുൻകൂട്ടി പ്രസ്താവിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഇതൊക്കെ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കാണ് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം ഈ കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു.